മദ്യനയത്തിൽ പഴയ സർക്കാർ തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുൻ മന്ത്രി വി.എൻ. വാസവൻ. മദ്യവുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയത്. എം.വി. ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ ബക്കാഡിയുടെ ഫയലിൽ ഒരു തീരുമാനവും എടുത്തിരുന്നില്ലെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. അതിനു പകരം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ UDF ആദ്യം ചെയ്യേണ്ടത് എന്താ? UDF ചർച്ച ചെയ്യില്ല. ആദ്യം സ്വന്തം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. 2 UDF ചർച്ച ചെയ്യണം. അതിനുശേഷം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണം. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം വരിക. അതിനു പകരം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായി ഒപ്പിടുന്ന ഒരു ഫയൽ, ഒരുപക്ഷെ 7 സെക്രട്ടറിമാരെ മറികടന്ന് ശരവേഗത്തിൽ ഒരു ഫയൽ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആ ഫയൽ എത്തി എന്ന കാര്യം പറയുമ്പോൾ ഞാൻ പഴയ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. 2016 ഇടതുപക്ഷ സർക്കാർ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആദ്യം ഒപ്പിട്ട ഫയൽ അതിന് മുമ്പത്തെ UDF ഗവൺമെൻറ് കൊടുക്കാനുണ്ടായിരുന്ന പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫയലും അതുപോലെ തന്നെ മറ്റ് ലൈഫ് പദ്ധതിയുടെ വീടിൻ്റെ ഫയലുമാണ് ഒപ്പിട്ടത്. ശബരിമല സ്വർണ്ണക്കേസ് അന്വേഷണത്തിൽ കോടതി ഇതുവരെ തൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ വി.എൻ. വാസവൻ പറയുന്നു. SITയിലും കോടതിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ആ കാര്യത്തെ സംബന്ധിച്ചോളം അവരെ നിയോഗിച്ചത്. അത് കൃത്യമായി പരിശോധിച്ചു. ഇതുവരെയുള്ള കോടതി സംതൃപ്തിയാണ് എല്ലാ ഘട്ടങ്ങളും രേഖപ്പെടുത്തിയിരുന്നത്. ഇനി നാളത്തെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ എന്താ പറയുന്നത് നോക്കിക്കാണാം. അതുകൊണ്ട് കോടതിയിൽ നമുക്ക് വിശ്വാസമാണ്, SITയിലും വിശ്വാസമാണ്. ഏറ്റുമാനൂരിലെ 7 പൊന്നാനകളെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണെന്നും അത് നടക്കട്ടെ എന്നും വി.എൻ. വാസവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.